നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമയും സംസാരിക്കുകയാണ്. അപ്പം അലീനെ ഇതുവരെയായിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടില്ല. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്തൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. ഇത്ര സമയം അവരവിടെ അലീന ചേച്ചിയെ പിടിച്ചു വെച്ചിരിക്കേണ്ട കാര്യം എന്താ? അതിന് മാത്രം തെറ്റൊന്നും അലീന ചേച്ചി ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം ഗ്രേസം പറഞ്ഞു, അത് ശരിയാ, ഇതിനകത്ത് എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടല്ലോ, എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന പോലെ. മാമച്ച പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, നമുക്ക് നോക്കാം, കുറച്ച് സമയം കൂടെ നോക്കിയിട്ട് അവര് വിട്ടില്ലെങ്കിൽ അതിന് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാമെന്ന് ഉറപ്പ് കൊടുക്കുവാണ് രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി പറഞ്ഞു, അങ്കിളെ എന്തെങ്കിലും ചെയ്യണം, അലീന ചേച്ചി എങ്ങനെയാണ് പുറത്തു കൊണ്ടുവന്നേ മതിയാവുള്ളൂ. നീ പേടിക്കണ്ട, ഞാൻ നോക്കട്ടെ, അലീന തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ അവർക്ക് അവിടെ പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റാവുന്നതാണ് ഞാൻ ശ്രമിക്കാന്നൊക്കെ മാമച്ചന് ഉറപ്പ് കൊടുത്തു. അപ്പോഴാണ് രേവതിക്കുട്ടിക്ക് ശരിക്കും ഒരു ശ്വാസം നേരെ വീണത്. ആ സമയത്ത് മണിശങ്കരൻ മുത്തശ്ശി വിളിച്ചിട്ട് ചോദിച്ചു, എന്താടാ മനു, എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും മനു പറഞ്ഞു, എന്താവാനായിട്ടാ മുത്തശ്ശി, എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി കരയാണ്. അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, ദേ മുത്തശ്ശി ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല, എന്താവാനായിട്ടാ, അലീനെ ഇപ്പോൾ പോലീസ് പിടിച്ചോണ്ട് പോയി ചോദ്യം ചെയ്യാനാന്നാ പറഞ്ഞേ, എങ്ങനെയാവുമെന്നറിയില്ല. ആ ഗോവർദ്ധൻ അങ്കിൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അങ്കിളിനെ ഒന്ന് വിളിച്ചു നോക്കണമെന്ന് പറഞ്ഞു. മുത്തശ്ശി ചോദിച്ചു, അല്ല എന്തിനാടാ അവളെ വിളിച്ചോണ്ട് പോയത്, എന്തിനാ? ചോദ്യം ചെയ്യാനായിട്ട്. കടപ്പാട്ടൊരു വീട്ടിൽ വെച്ച് അലീനയ്ക്കെതിരെ ഈ പറയുന്ന ഹരിയൊക്കെ നീങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, മയക്കുമരുന്ന് കടത്തി കൊടുത്ത് അവളെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അതിൽ നിന്നൊക്കെ അവളെ രക്ഷപ്പെട്ട് വന്നില്ലേ, അപ്പം അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ചോദിക്കാനായിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ ഭഗവാനെ, അങ്ങനെയാണെങ്കിൽ ഹരിശങ്കരൻ്റെ രോഹത്തിനോടൊക്കെ അടി കിട്ടുമായിരിക്കുമല്ലേ, പിന്നല്ലാതെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല നിനക്കൊരു കാര്യം ചെയ്യാൻ മേലായിരുന്നോ, രാജീവിനെയൊക്കെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാൻ മേലായിരുന്നോ? മുത്തശ്ശി ഇപ്പം ആരെ വിളിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല, അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ വരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു, അല്ലാതെ എന്നെ കൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല വൈജീത് അറിഞ്ഞിട്ടുണ്ടായിരിക്കോ? അറിയില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് മണിശങ്കർ ഇറങ്ങിപ്പോന്നു. മണിശങ്കറിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് അലീനെ സിഐ ചോദ്യം ചെയ്യുവാണ്. അങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ആദ്യം ഒരു വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അലീന നോക്കിക്കഴിഞ്ഞപ്പോൾ താൻ എന്തിനു പേടിക്കണം, തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനു പേടിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്യണ സമയത്ത് അലീനയോട് അല്ല നീ അവിടെ ജോലിക്ക് വന്നിട്ട് എത്ര കാലമായെന്ന് ചോദിച്ചു. കുറച്ച് നാളായെന്ന് പറഞ്ഞു. അല്ല നീ ഇത്ര ഇതിനു മുമ്പ് എവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നേ? ഞാനൊരു ഓർഫനേജിലായിരുന്നു. അവിടെ നിന്ന് വരാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചു. പിന്നെ സാഹചര്യങ്ങളൊക്കെ പറയണം. അല്ല നീ ബാലേന്ദ്രൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമല്ലേ അവിടെ കുറേ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായത്? ബാലേന്ദ്രൻ്റെ ഭാര്യ പിണങ്ങി പോകുന്ന സമയത്തല്ലേ അവർക്ക് ആക്സിഡന്റ് ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്കറിയില്ല, അച്ഛനോട് പിണങ്ങിപ്പോയതാണെന്ന് അറിയില്ല. അച്ഛനോടോ? എന്താണ് നീ അച്ഛനെന്ന് പറഞ്ഞേ? അത് പിന്നെ ഞാൻ അച്ഛനെന്നാ വിളിക്കുന്നത്. ഓ അപ്പം അങ്ങനെയൊക്കെ ആയോ കാര്യങ്ങൾ? അല്ല ബാലേന്ദ്രൻ നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന ഒന്ന് നോക്കി, താൻ അച്ഛനെ പോലെ കഴിയുന്ന ആളെക്കുറിച്ച് എങ്ങനെ പറയണേ, സാർ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. അല്ല നീ ആ വീട്ടിൽ കയറിയതിന് ശേഷം ജോലിക്കാരി വീട്ടുകാരി ആയതുകൊണ്ട് ചോദിച്ചതാ, മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോന്ന്. ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സിയച്ചു, പിന്നെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നീ അവിടുത്തെ കാര്യക്കാരിയായെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അലീന പറഞ്ഞു, സാറേ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരു പെൺകുട്ടി അല്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ എങ്ങനെയാടി ഇത്ര പെട്ടെന്ന് അവിടുത്തെ ആളായിട്ട് മാറിയത്? ഇപ്പം നീയാണല്ലോ അവിടുത്തെ ഓളിനോള്, അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതെ എനിക്ക് ആ വീട്ടിലുള്ള എല്ലാവരെയും ഇഷ്ടമാണ്, അതുപോലെ തന്നെ അവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനകത്തൊരു തിരുത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന ചോദിച്ചു, എന്താ സാറേ? അല്ല ഇതിനു മുമ്പ് നിന്റെ വയറ്റിൽ കത്രയെ കുത്തി കയറി നീ ഹോസ്പിറ്റലായൊരു സംഭവം ഉണ്ടായിരുന്നു, അന്ന് പോലീസ് അന്വേഷിക്കാൻ വന്നപ്പോൾ നീ പറഞ്ഞ കാസാരെന്ന് വീണ വയറ്റത്ത് കത്രയെ കുത്തി കയറിയതാ, അതിനകത്ത് സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ സാറേ. എടി അതുകൊണ്ടായില്ല, അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല, പോലീസുകാരെയൊക്കെ നീ പറഞ്ഞു പറ്റിച്ചു, പക്ഷെ അതൊന്നും അല്ല സംഭവം, വേറെ എന്തോ കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ നിനക്കൊള്ളാന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എനിക്കത് കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, അല്ല നിനക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഞാൻ ഓർഫനാന്ന് പറഞ്ഞല്ലോ സാറേ. ഓർഫനാന്ന് നീ പറയുന്നൊക്കെ ഉണ്ട്, ആർക്കറിയാം നിന്റെയൊക്കെ എന്താ ഏതാ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി വൃത്തികെട്ട രീതി സംസാരിക്കണം. അലീനയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു.
പിന്നീട് അലീനോട് തിരിച്ചു മറിച്ചു വിട്ട് ചോദിച്ചു. അലീനൊന്നും പറയാനായിട്ട് കൂട്ടാക്കില്ല. ഒടുവിൽ പറഞ്ഞു, നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ, ഒരു കാര്യം ചെയ്യാം, നീ പുറത്ത് പോയി അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. അല്ല സാറേ, ഞാൻ പോയിക്കോട്ടെ, തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ. പോരാത്തതിന് വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്. അതെ, ഞങ്ങൾ തീരുമാനിക്കും നീ എപ്പോൾ പോകണമെന്ന്, മര്യാദയ്ക്ക് അവിടെ പോയി ഇരിക്കണേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അലീനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അലീന അവിടെ വന്നിരിക്കുവാണ്. ആ സമയത്ത് ഹരി രോഹിത്തിനോട് ചോദിച്ചു, എടാ അവളെ എന്തിനായിരിക്കും പോലും വിളിപ്പിച്ചെന്ന് ചോദിച്ചു. രോഹിത്ത് പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അല്ല, അവളിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുവോ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. രോഹിത്ത് ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. രോഹിത്ത് ഇത്രയ്ക്കൊരു അടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. രോഹിത്ത് വിചാരിച്ചുകൊണ്ടിരുന്നേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, ഹരിശങ്കരനെ ഒന്നും പിടിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നേ. പക്ഷെ എല്ലാം തകടം മറിഞ്ഞു പോയത് പെട്ടെന്നാണല്ലോ. രോഹിത്ത് വല്ലാതെയായിപ്പോയി. അലീനയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ രോഹിത്തിന് ഭയങ്കര ടെൻഷനായിപ്പോയി. ഇതേ സമയത്ത് ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു കൃഷ്ണമോളും. കാരണം അലീനെ പിടിച്ചോണ്ട് പോയിട്ട് ഇതിലായിട്ടും അലീനെക്കുറിച്ച് ഒരു വിവരം പോലും ഇല്ല, ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. ഇത്ര സമയം എന്തിനാ താമസിക്കണമെന്നൊരു ചിന്ത. ഒരുപക്ഷെ അലീന ചേച്ചി ഇനി പിടിച്ച് അകത്തിടുവോ എന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രോഹിത്തിൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ അലീനയൊക്കെ തന്നോട് മാക്സിമം പറഞ്ഞ ഹരിയോടൊപ്പമുള്ള കൂട്ടുകെട്ട് ശരിയല്ല, അല്ലെങ്കിൽ ഇനിയൊന്നും പോവരുതെന്ന്. പക്ഷെ താനൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. അന്ന് രാവിലെ പോകുന്ന സമയത്ത് പോലും അച്ഛൻ തന്നെ ചോദ്യം ചെയ്തതാണ്. ഒരുപക്ഷെ അച്ഛൻ പറയുന്ന അനുസരിക്കുമായിരുന്നെങ്കിൽ, താൻ കോളേജിലേക്ക് പോകുമായിരുന്നെങ്കിൽ തനിക്ക് ഈ ദുരന്തമൊന്നും സംഭവിക്കില്ല എന്ന് രോഹിത് ഓർത്തു. പക്ഷെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് ഗോവർദ്ധനെ മനു വിളിക്കുകയാണ്. മനു വിളിച്ചിട്ട് ചോദിച്ചു, അങ്കിളെ എന്തായി കാര്യങ്ങൾ? പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അലീനയെ കണ്ടോ, സംസാരിച്ചോ, എന്തു പറഞ്ഞു? അലീനെ കൂട്ടിക്കൊണ്ട് പോരുവാണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, മനു, ഞാൻ ആ SI നമ്പ്യാരെ കണ്ടു, പക്ഷേ അയാൾ അടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അടുക്കുന്നില്ലാന്നോ? എനിക്ക് അയാളെ പരിചയമൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം അയാളെ പരിചയഭാവം പോലും നടിക്കുന്നില്ല. CI ചോദ്യം ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത് അലീനയെ. പക്ഷെ അലീനയെ കാണാൻ പറ്റില്ല, രോഹിത്തിനെ എനിക്ക് കാണാൻ പറ്റില്ല, എന്നെ പോലും അവിടെ നിർത്തിയില്ല എന്ന് പറഞ്ഞു. അങ്കിൾ എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിച്ചു. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അലീനയെ അവർ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് കേട്ടിട്ട് കുറേ സമയമായി, ഇതുവരെയായിട്ട് ഇറക്കിയിട്ട് പോലും ഇല്ല. ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല, എന്നെ ഇവിടെ നിർത്തത്തുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടോ മനുഷ്യൻ പറഞ്ഞു, അല്ല അപ്പം അലീനയെ പുറത്തിറക്കാൻ പറ്റില്ലെന്നാണോ അങ്കിൾ പറയണേ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മനു, ഇനിയിപ്പോൾ വക്കീലിനെ ആരും കൊണ്ടുവന്നാലേ രക്ഷയുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനുഷ്യങ്കരോട് ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പിന്നീട് മനുഷ്യങ്കരോട് കാര്യം തീരുമാനിച്ചു, അലീനയെ കാണാനായിട്ട് പോകണം, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. കമലയുടെ എതിർപ്പിനെയൊക്കെ വകവെച്ചില്ല മനുഷ്യങ്കർ. കാരണം കമലയെ ആദ്യം എതിർത്തിട്ടുണ്ടായിരുന്നു. മനു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് വീണ്ടും മനുഷ്യങ്കർ പോകാൻ അറിഞ്ഞപ്പോൾ എതിർത്ത് കഴിഞ്ഞപ്പോൾ മനുഷ്യങ്കരോട് എനിക്ക് പോയാൽ മതിയുള്ളൂ, പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യങ്കർ ഒടുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അലീനെ ഏതിനെ പിടിച്ചു വെച്ചേക്കൊന്നും അറിയത്തില്ല, എങ്ങനെയാണെങ്കിലും പുറത്തിറക്കിയല്ലേ മതിയാവുള്ളൂ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല താനും. ആ സമയം വൈജയന്തി ഇങ്ങനെ ആലോചിക്കുക, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. രോഹിത്തിനെ കുറിച്ചൊന്നും ഒരു വിവരമില്ല. ഒടുവിൽ രാജീവിനെ വിളിക്കുകയാണ്. രാജീവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. രാജീവ് എന്തേലും അറിഞ്ഞോ, രോഹിത്തിൻ്റെ ഹരിയുടെയൊക്കെ വിവരങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു. രാജീവ് പറഞ്ഞു, ഞാൻ പോലും ഈ കാര്യങ്ങൾ ഇപ്പോഴാണ് വൈജയ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നീ ഉദ്ദേശിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ചെറിയ കേസൊന്നും അല്ല എന്ന് പറഞ്ഞു. ഇപ്പം ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്യാനാ? ശിവേട്ടൻ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു, എനിക്ക് എന്തായാലും ഇപ്പോൾ വരാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞു. ശിവേട്ടൻ വരട്ടെ, വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രാജീവും കോള് കട്ട് ചെയ്തു. പിന്നെ വൈജ നേരെ വിളിക്കുന്ന കമലയാണ്. വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുവാണ്. അപ്പോഴേക്കും കമല പറഞ്ഞു, ഇവിടെ എന്ത് ചെയ്യാനാ, ഇവിടെ ആണെങ്കിലോ നാട്ടുകാർ വന്ന് ഗേറ്റൊക്കെ തല്ലിപ്പൊടിക്കാൻ തുടങ്ങുക. ഹരിശങ്കർ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന മട്ടില് ആ പെണ്ണ് എന്തോ വലിയ കേസാണ് കൊടുത്തിരിക്കുന്നത്, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അതിനിടയ്ക്കാണെങ്കിലോ അലീന എന്ന് പറയുന്നവളെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് മനു അങ്ങോട്ട് പോയിരിക്കുമെന്ന് പറഞ്ഞു. എന്തിനാ അവളെ പോലീസ് പിടിച്ചോണ്ട് പോയത്? എന്തിനാന്ന് എനിക്കറിയത്തില്ല, കൂടുതൽ ചോദ്യം ചെയ്യാനായിരിക്കും. അവളിനി എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണം എന്നറിയത്തില്ല. അവൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ. ചിലപ്പം അവളും കൂടെ ഹരിയേയും രോഹിത്തിനെയും കൂടെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ മതിയെന്ന് പറയണം. അവൾക്ക് ചിലപ്പോൾ പഴയ വൈരാഗ്യം കാണും മനസ്സിൽ കിടപ്പ്, അവൾ ഉറപ്പായിട്ടും അവരെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം ഭൈജിക്ക് സങ്കടം ദേഷ്യം. അവളങ്ങനെ പറഞ്ഞു കൊടുക്കുക, പിന്നല്ലാതെ അവൾ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് കമല ഫോൺ കട്ട് ചെയ്യുന്നത്. വൈജയന്തിക്ക് ടെൻഷൻ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് മനുശങ്കർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അലീന എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, എനിക്ക് അവളെ കാണണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ പറഞ്ഞു, അതങ്ങനെ കാണാനൊന്നും പറ്റില്ല, CI ചോദ്യം ചെയ്യാൻ വിളിച്ചേക്കുവാന്ന് പറഞ്ഞു. ഒടുവിൽ മനുശങ്കർ പറഞ്ഞു, അതെ അവൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് കണ്ടേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണം. അപ്പോഴേക്കും അവിടെ നിന്ന് SI വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം. അപ്പം മനുശങ്കർ പറഞ്ഞു, അതെ അലീനയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ എന്ത് കാണത്താല സാറേ, നീ ആ ഹരിയുടെ ചേട്ടനല്ലേന്ന് ചോദിച്ചു. അതെ. ഓ അപ്പം
നിനക്കും ഇതിനകത്ത് പങ്കുണ്ടോയെന്നൊക്കെ ചോദിക്കണം. മനുഷ്യങ്ങളോട് സാറേ അനാവശ്യം പറയരുത്, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. പക്ഷെ അലീന പാവമാണ്, അവളെ എന്തിനാ പിടിച്ചുകൊണ്ട് വന്നെന്ന് അറിയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിൽ അയാൾ സമ്മതിച്ചില്ല. എന്താണെങ്കിലും മനുഷ്യങ്കർ എന്ത് ചെയ്തു, പിന്നീട് ഗോവർദ്ധനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ വക്കീലൊക്കെ വരുന്നുണ്ട്. വക്കീൽ വിളിച്ചിട്ട് വന്നിട്ട് അലീനെ എന്തിനാ പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. വക്കീൽ വന്ന് അങ്ങനെ ഒടുവിൽ മനുഷ്യങ്കറും എല്ലാവരും കൂടെ ചേർന്നിട്ട് അലീനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ രോഹിത്തിൻ്റെ ഹരിശങ്കറിനും കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ അലീനയ്ക്ക് അവരോട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും രോഹിത്ത് തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുവാണെങ്കിൽ അലീനെ അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് കാണാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.